ഹലോ. അങ്ങനെ പൊള്ളാച്ചിയിൽ നിന്ന് ഫുഡ് കഴിച്ച് കൊല്ലംകോടേക്കുള്ള യാത്രയിലാണ്. തിരിച്ചു വരുമ്പോൾ തൃശ്ശൂരേക്ക് ആയതുകൊണ്ട് ഞങ്ങൾ കൊല്ലംകോട് വഴി വരാമെന്നുള്ളൊരു പ്ലാൻ എടുത്തു. അങ്ങനെ കൊല്ലംകോട് നല്ല അതിമനോഹരമായ ഗ്രാമമാണ്. ഈയിടെയായിട്ട് നമ്മളെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഈ കൊല്ലംകോട് എന്ന സ്ഥലം. പാലക്കാട് ജില്ലയിലാണ് ഈ കൊല്ലംകോട് കിടക്കുന്നത്. ഒരു തമിഴ്നാട് കേരള ബോർഡർ ഏരിയയും കൂടിയാണ് ഈ കൊല്ലംകോട്. നല്ല വലിയ നെൽപ്പാടങ്ങളും കൃഷി ഇടങ്ങളൊക്കെയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. കാണാനൊക്കെ നല്ലൊരു ഭംഗിയാണ്. ഞങ്ങളൊരു ഈവനിങ് ടൈമിലാണ് ഇവിടെ എത്തിപ്പെടുന്നത്. ഇവിടെ വരുന്ന വഴിക്ക് ഞങ്ങൾ വലിയൊരു നെൽപ്പാടം കണ്ടു. അപ്പോൾ അവിടെ നിർത്തിയപ്പോഴാണ് അവിടെ കുടിലിടം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലമാണ് കൊല്ലംകോടുള്ളത്. 20 രൂപ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ നെൽപ്പാടത്തിനകത്ത് ഒരു ഫോട്ടോസോ വീഡിയോസൊക്കെ എടുക്കാം. അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാം. കുറച്ച് ചെറിയ കുഞ്ഞ് പാർക്ക് പോലത്തെ എല്ലാ സെറ്റപ്പുകളും ഉണ്ട് അവിടെ. ഞങ്ങൾ അതിൻ്റെ അകത്തൊക്കെ കയറി കുറച്ച് ഇത് ആക്ച്വലി വരുന്ന സമയത്ത് ഇതാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരു സ്പോട്ട്. ഇവിടെ നിന്നാണ് മറ്റു സ്ഥലത്തേക്ക് എങ്ങനെയൊക്കെ പോകുക എന്നുള്ളതൊക്കെ ഞങ്ങൾ ചോദിച്ച് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോരോ അടുത്തുള്ള ഓരോ സ്പോട്ടിനെ പറ്റിയിട്ടും ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഞങ്ങളടുത്ത് പറഞ്ഞു സ്ഥലത്ത് പോയി കണ്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലമെന്നൊക്കെ അവർ നമ്മളെ ഗൈഡ് ചെയ്തു അവിടുന്ന്. പിന്നീട് ഞങ്ങൾ പോയത് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്കാണ്. മെയിൻ റോഡിൽ നിന്ന് കുറച്ച് അകത്തേക്ക് കയറിയിട്ടാണ് ഈ സ്ഥലം. ചെറിയ റോഡാണ്. വലിയ വണ്ടി കയറി പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സൈഡൊക്കെ കിട്ടാൻ വലിയൊരു ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ്. വയലിൻ്റെ അകത്തോടെയാണ് ഈ സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പോവുക. ചെറിയൊരു വെള്ളച്ചാട്ടമാണ്, പക്ഷേ നല്ല രസമാണ് അവിടുത്തെ ആംബിയൻസൊക്കെ. വൈകിട്ട് 5 മണി വരെ അവിടെ ആക്സസ് ഉള്ളൂ. 5 മണി 5:30 വരെയൊക്കെ പോകാൻ കഴിഞ്ഞാൽ ഈ കാട്ടാനയൊക്കെ ശല്യമുള്ള സ്ഥലം കൊണ്ട് ആ ഒരു സമയത്തിൻ്റെ അകത്ത് പോയി വിസിറ്റ് ചെയ്ത് തിരിച്ചു വരുന്നതാണ് ഏറ്റവും സേഫായുള്ളൊരു കാര്യം.
ഇതാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടം. പിന്നെ ഇവിടെ കയറാൻ പാസോ കാര്യങ്ങളൊന്നും വേണ്ട. വാഹനങ്ങൾ നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ കുറേ പാർക്കിംഗ് ഏരിയാസും കാര്യങ്ങളൊക്കെ, പ്രൈവറ്റ് പാർക്കിംഗ് ഏരിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പരിസരത്ത്. ഭയങ്കര പാറയും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ്. വളരെ ശ്രദ്ധിക്കണം, വഴിക്ക് വീണാലൊക്കെ അപകടം പറ്റാനുള്ള സാധ്യത കൂടുതലാണ്. ഞങ്ങൾ ഈ ഏരിയ കുറച്ചൊന്ന് ജസ്റ്റ് ഇങ്ങനെ നോക്കി കണ്ടപ്പോൾ ഞങ്ങൾ മെല്ലെ അവിടെ നിന്ന് തിരിച്ചു. അവിടെ പോകുന്ന വഴിക്കുള്ള സ്ഥലമാണ് ഈ താമരക്കുളം എന്ന് പറയുന്നത്. ഞങ്ങൾ അങ്ങോട്ട് അവിടെ വെള്ളച്ചാട്ടത്തിൽ ആദ്യം പോകേണ്ടതുകൊണ്ട് നേരെ അങ്ങോട്ട് പോയി. തിരിച്ചു വരുമ്പോൾ ഇവിടെ നിർത്തി. വലിയൊരു പാടശേഖരം, അതിൻ്റെ നടുക്ക് കരിമ്പനയും അങ്ങനത്തെ ഒരു ഈവനിങ് ആംബിയൻസ് ആണ് അവിടെ. എന്താണ് താമരക്കുളം എന്ന സ്ഥലത്ത്. ഞങ്ങളവിടെ ഇറങ്ങി കുറേ ഫോട്ടോസോ വീഡിയോസൊക്കെ എടുത്തു. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ള സ്ഥലമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ നല്ല ചാൻസ് ഉള്ള ഒരു സ്പോട്ടാണിത്. താമരക്കുളത്തിനോട് ചേർന്നിട്ട് ഒരു ചെറിയ തട്ടുകടുണ്ട്. അവിടെ ചായയും പലഹാരങ്ങളൊക്കെ കിട്ടും. ഞങ്ങൾ ഒരു പഴംപൊരിയും അതുപോലെ വെള്ളം കാര്യങ്ങളൊക്കെ കുടിച്ചു. പിന്നെ നേരെ കൊച്ചിയിലേക്ക് തിരിച്ചു. കുതിരാൻ വഴിയാണ് തിരിച്ചു പോകുന്നത്. കുതിരാൻ എല്ലാവർക്കും അറിയാലോ, നമ്മളെ തുരങ്കപാത. അപ്പോൾ അതിലൂടെയാണ് തിരിച്ചു പോകുന്നത്. അപ്പം വീണ്ടും ഒരു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും വാച്ച് ചെയ്തതിന് നന്ദി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.